ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857 ഈ സമരം നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിലുണ്ടായ അസംതൃപ്തി പുകഞ്ഞ് അവസാനം അതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വൻ സമരമായിട്ട് പ്രക്ഷോഭമായിട്ട് മാറുന്നു. അങ്ങനെ 1857 രാജ്യത്ത് ഒരു വലിയ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഈ സമരത്തിന് പ്രധാനമായും നേതൃത്വം കൊടുത്തത്, പ്രധാനമായും അതിൽ മുന്നിട്ട് നിന്നത് ശിപ്പോയിസ് ആയിരുന്നു. ശിപ്പോയിമാര്, ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരായ സൈനികരെയാണ് ശിപ്പായിമാർ എന്ന് അറിയപ്പെടുന്നത്. ഈ ശിപ്പായിമാരുടെ അസംതൃപ്തിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാനമായ കാരണം. അവർക്ക് നൽകിയിരുന്ന ലോ വേജസ്, കുറഞ്ഞ സാലറി, അതുപോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അവരോട് പുലർത്തിയിരുന്ന ക്രൂരമായ പീഡനങ്ങൾ, ഇതൊക്കെ ഇവരുടെ ഇടയിൽ അസംതൃപ്തി വളർന്നു വരുന്നതിന് കാരണമായി തീർന്നു. ഇവരെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉയർന്ന സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരോട് സ്വീകരിച്ചിരുന്നത്. ഇതുകൂടാതെ ഇവരുടെ മതപരമായ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന പല നടപടികളും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നു. കടൽ കടന്നുപോയി യുദ്ധം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത്, അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന കാർട്രിഡ്ജസ്, വെടിയുണ്ടകൾ, അത് പൊതിയുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കവർ, പന്നിയുടെയും പശുവിന്റെയും ഒക്കെ നെയ്യ് പുരട്ടിയ കവറാണ് എന്ന ഒരു വാർത്ത പ്രചരിച്ചത് ഇവരുടെ മതവിശ്വാസത്തിന് വിരുദ്ധമായതിനാൽ ഇവർ ഇതിനെതിരായി രംഗത്ത് വരികയും ഇവർ ഇത്തരത്തിലുള്ള റൈഫിൾ, എൻഫീൽഡ് റൈഫിൾ ഉപയോഗിക്കുന്നതിന് വിമുഖത കാട്ടുകയും ചെയ്തു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഈ സൈന്യത്തിൽ പുകഞ്ഞ് വന്ന അസംതൃപ്തി ഒരു സമരമായിട്ട് മാറുകയും മീററ്റിൽ കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ബംഗാളിലെ ബാരക്പൂർ എന്ന പ്രദേശത്ത് മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന സൈനികൻ, അദ്ദേഹമാണ് ഈ സമരത്തിന്റെ ഭാഗമായി ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തവർ സൈനികർ മാത്രമായിരുന്നില്ല, ശിപ്പോയിസ് മാത്രമായിരുന്നില്ല. ഇവരെ കൂടാതെ നിരവധി നാട്ടുരാജാക്കന്മാരും ഈ യുദ്ധത്തിൽ, ഈ സമരത്തിൽ പങ്കാളികളായി. നാട്ടുരാജാക്കന്മാരെ നമുക്കറിയാം, വ്യത്യസ്തമായ നിയമ നടപടികളിലൂടെ നാട്ടുരാജാക്കന്മാരുടെ അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുത്തിരുന്നു. ഇതിൽ അസംതൃപ്തരായ നാട്ടുരാജാക്കന്മാർ, അതുപോലെ കർഷകര്, തൊഴിലാളികള്, വ്യത്യസ്ത ജനവിഭാഗത്തിൽപ്പെട്ട ആളുകള്, ഇവരൊക്കെ ഈ സമരത്തിൽ ഭാഗവാക്കുകളായി. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടത്തിയ ആദ്യ സംഘടിത വിപ്ലവമായിരുന്നു 1857 ശിപ്പായി ലഹള. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിനു വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നാന്ദി കുറിച്ചത് ഈ സൈനിക കലാപം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നാട്ടുരാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രക്ഷോഭം നടന്നിരുന്ന കാലത്താണ് സംഘടിത ശക്തിയുടെ പ്രതീകമായി കമ്പനിയിലെ ജീവനക്കാരായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി ചരിത്രത്താളുകളിൽ കുറിക്കപ്പെട്ടത്. ഇന്ത്യൻ സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്ന ബ്രിട്ടീഷ് നയത്തിനെതിരെ 1857 മെയ് 10 മീററ്റിലായിരുന്നു ഇന്ത്യൻ സൈനികർ സായുധ കലാപം ആരംഭിച്ചത്. തോക്കിൽ നിറയ്ക്കാൻ മൃഗത്തിന്റെ കൊഴുപ്പ് പുരട്ടിയ തിരകൾ നൽകിയത് കമ്പനി സേനയിലെ ഹിന്ദു മുസ്ലിം പട്ടാളക്കാരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി. മതപരിവർത്തനത്തിന്റെ ഭാഗമാണ് പുതിയ സൈനിക നിയമങ്ങളെന്ന പ്രചാരണം ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ ശക്തമായത് കലാപത്തിലേക്ക് നയിച്ചു. ഇന്ത്യയിലെ യൂറോപ്യൻ ശക്തികളെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യവുമായി ഡൽഹി കേന്ദ്രമാക്കി പ്രക്ഷോഭകാരികൾ നീങ്ങി. ബഹദൂർ ഷാ സഫറിനെ ഡൽഹി ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. ലഹളയ്ക്ക് ബഹദൂർ ഷാ സഫറും മറ്റു നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും പിന്തുണ നൽകിയതോടെ പട്ടാള കലാപത്തിന് രാഷ്ട്രീയ മാനം കൈവന്നു. നാനാ സാഹിബ്, താന്തിയ തോപ്പി, റാണി ലക്ഷ്മിഭായ്, കൺവർ സിംഗ്, ബീഗം ഹസ്രത് മഹൽ, ഭക്ത് ഖാൻ എന്നിവരായിരുന്നു 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്.
എന്നാൽ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പട്ടാളം ഡൽഹി അടക്കമുള്ള കലാപ പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. 1858 ജൂൺ 20 ബ്രിട്ടീഷ് പട ഗ്വാളിയർ കൂടി പിടിച്ചടക്കിയതോടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് താൽക്കാലിക വിരാമമായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയെ കൊണ്ടുവരികയും ചെയ്തുവെന്നതായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പരിണത ഫലം. എന്നാൽ ഇന്ത്യൻ സൈനികർ തിരികൊളുത്തിയ സ്വാതന്ത്ര്യജ്വാല ജനകീയ പ്രക്ഷോഭമായി ദേശസ്നേഹികൾ ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സമരം വഴിതുറക്കുകയും. ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത സാധാരണക്കാരായ ജനങ്ങളുടെ പങ്കാളിത്തമായിരുന്നു. സാധാരണക്കാരായ കോമൺ മെൻ വളരെയേറെ ഈ സമരത്തിൽ പങ്കാളികളായി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മതവ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. ഈ സമരം വളരെ ശക്തമായി നടന്നെങ്കിലും ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആയില്ല. ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി. ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും അതിന് ചില ഫലങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന ചൂഷണം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ഇന്ത്യക്കാർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ സമരം ഉപകരിച്ചു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു ദേശീയത വളർന്നു വരുന്നതിന്, നാഷണലിസം രൂപപ്പെടുന്നതിന് ഇത് കാരണമായി തീർന്നു. നാഷണലിസം എന്ന് പറഞ്ഞാൽ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ തങ്ങൾ ഒന്നാണെന്നുള്ള ഒരു ബോധം വളർന്നു വരിക. അതിനാണ് നമ്മൾ ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു ദേശീയ ബോധം, ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്ന ഒരു ബോധം വളർന്നു വന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഫലമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കുന്നത്. ബോംബെയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രമാണ്. കാരണം അതിനുശേഷം 1885 മുതൽ തുടർച്ചയായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ശ്രമത്തിലൂടെ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ഇക്കാലത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ദാദാഭായ് നവറോജിയുടെ സംഭാവനകൾ. ഇന്ത്യയെ കുറിച്ച് പഠിക്കുകയും ഇന്ത്യൻ സമ്പദ്ഘടനയെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി ഒരു തിയറിയിലൂടെ, ഒരു സിദ്ധാന്തത്തിലൂടെ ആവിഷ്കരിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന തിയറിയിലൂടെ എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നത് എന്ന് ദാദാഭായ് നവറോജി വളരെ വ്യക്തമായും നിർവചിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. അതുപോലെ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ഹൈ സാലറി നൽകുന്നതിലൂടെ, ശമ്പളം നൽകുന്നതിലൂടെ ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൈയടക്കുകയാണ്. കൂടാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടനിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റ് ബ്രിട്ടീഷുകാർ ലാഭമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ടാക്സ് ചുമത്തിക്കൊണ്ട്, ടാക്സ് നികുതി, ഇന്ത്യക്കാർക്ക് മേൽ വ്യത്യസ്ത തരം നികുതികൾ ചുമത്തിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നു. ഇങ്ങനെ വിവിധ വിധത്തില് സാമ്പത്തികമായി ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായ ഒരു തിയറിയിലൂടെ, ഡ്രെയിൻ തിയറിയിലൂടെ ദാദാഭായ് നവറോജി വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ദാദാഭായ് നവറോജി, റോമേഷ് ചന്ദ്രദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരെ പോലെയുള്ളവരുടെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ നടക്കുന്ന ചൂഷണത്തെ കുറിച്ചുള്ള വിശകലനം, ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അവസ്ഥ തിരിച്ചറിയുകയും തങ്ങളുടെ ദുരിതത്തിന് ഒക്കെ കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണമാണ്, ബ്രിട്ടീഷുകാരുടെ പോളിസികളാണ് എന്ന് തിരിച്ചറിയുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നീട് അതിശക്തമായ സമരങ്ങൾ നയിക്കുന്നതിന്, സമരങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവർ തയ്യാറാവുകയും ചെയ്യുന്നു. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിതമായ സമരങ്ങളിലൊന്ന് സ്വദേശി മൂവ്മെന്റ് ആയിരുന്നു, സ്വദേശി പ്രക്ഷോഭം. 1905 ഈ സമരം നടക്കുന്നത്. ഇന്ത്യക്കാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക,
അവരുടെ സംഘടിത ശക്തിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തുന്നു. ബംഗാളിനെ വിഭജിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യക്കാർ ആഹ്വാനം ചെയ്ത ഒരു സമരമാണ് സ്വദേശി പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലൂടെ ലക്ഷ്യമിട്ടത് എല്ലാ വിദേശ ഉൽപ്പന്നങ്ങളും വിദേശ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടേതായിട്ടുള്ള വ്യവസായങ്ങളും സ്ഥാപനങ്ങളും ആരംഭിക്കുക, നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇതൊക്കെ ഈ സമരത്തിൽ ലക്ഷ്യമിട്ടിരുന്നു, സ്വദേശി പ്രക്ഷോഭത്തിൽ ലക്ഷ്യമിട്ടിരുന്നു. Into bonfires set up on the roads to show their resentment to the British oppression. This resulted in the making of more khadi by weavers, the growth of village industries, and a substantial reduction in the export of cotton. What the Swadeshi movement did was that it propelled the Indians to think in terms of national self-sufficiency. It made the simple hand-spun cloth a medium through which the quality of life of millions of weavers in the villages of India could be uplifted. It gave life to Gandhiji's belief that the true India could be found not in its few cities, but in its 700,000 villages. സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത 3 പ്രധാനപ്പെട്ട നേതാക്കളാണ് ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ് എന്നിവർ. ഈ ത്രിമൂർത്തികൾ ലാൽ പാൽ ബാൽ എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ബാൽ ഗംഗാധര തിലക് രാജ്യത്തെ ജനങ്ങളെയാകെ പ്രചോദിപ്പിച്ച ഒരു മുദ്രാവാക്യം ഉയർത്തി. അത് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടും എന്ന് പ്രഖ്യാപിച്ച ബാലഗംഗാധര തിലക് ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. This great patriotic freedom fighter was Lala Lajpat Rai, who came to be known as Punjab Kesari, the Lion of the Punjab. He was born into the family of an ordinary school teacher of a small village of Punjab. After matriculation, he studied law in Lahore. At the age of 23, Lala Lajpat Rai took part in the Allahabad Conference of the Congress. Certain incidents and circumstances brought him under the influence of Tilak, and he joined the Garam Dal, or the hardliners. He vehemently criticized Lord Curzon over the division of Bengal. Lajpat Rai organized rallies in and around Punjab and spoke strongly against the British. Lala Lajpat Rai and Gopal Krishna Gokhale were sent to England by the Congress in 1905, where they strongly opposed the partition of Bengal. Internal conflicts were brewing within the Congress. Finally, 1907 saw the final split because of the diversity of viewpoints. The British exploited this situation. For 10 to 12 years after 1908, Lala Lajpat Rai visited many countries and spoke to the people of those countries about the repression and flagrancy of the British. During this period, he wrote 2 books, namely Young India and The Story of My Deportation, along with many other revolutionary articles. In America, Lala Lajpat Rai established the concept of Home Rule. Revolt against the British was spreading all over India. People were demanding better political and economic rights. In Maharashtra, the rebellious articles of Bal Gangadhar Tilak in Kesari and Maratha and his inflammatory speeches against the foreign rule were awakening the ignorant masses. By now, Tilak had gained individual recognition throughout India. People trusted and respected him. They affectionately called him Lokmanya. During the plague epidemic in Maharashtra, he visited the people and challenged the policies of the British. He was jailed many times. Tilak knew it very well that the struggle for independence would be won only with the full cooperation and dedication of each and every Indian, because the British rulers had become very tough. Freedom is my birthright and I will have it, declared Tilak.
Tilak accepted Indian and boycotted foreign goods. He believed in attaining independence through the revolutionary concept of national education. The division of Bengal further inflamed the revolt. Tilak described it as unfortunate and openly opposed. ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന നിരവധി ചെറുത്തുനിൽപ്പുകളെ കുറിച്ചാണ്. ഒറ്റപ്പെട്ടതും അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡും ഓർഗനൈസ്ഡുമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകര്, തൊഴിലാളികള്, ആദിവാസികള്, വ്യവസായ തൊഴിലാളികള് ഇവരൊക്കെ നടത്തിയ സമരങ്ങളാണ്. എന്നാൽ അതിനുശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം, പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, തുടർന്ന് ആദ്യം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ഒരു സമരം എന്ന രീതിയിൽ സ്വദേശി പ്രക്ഷോഭം, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇതിന്റെയൊക്കെ അനന്തരഫലമായിരുന്നു തുടർന്നങ്ങോട്ടുണ്ടായ സമര പരമ്പര. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ നിരവധി സമരങ്ങൾ. അങ്ങനെ അന്തിമമായിട്ട് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നടത്തിയ നിരവധി സമരങ്ങളുണ്ട് ഇനി അങ്ങോട്ട്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്.